അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെന്നൈയിലുള്ള മറീന ബീച്ചിലാണ്. ഞാനിപ്പം ട്രെയിന് വന്നിട്ട് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനിൻ്റെ ഒരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ഒരു 5 മിനിറ്റ് മാക്സിമം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചെന്നൈ മറീന ബീച്ചിൽ എത്താൻ പറ്റും. അപ്പം ഇവിടെ അസാധ്യ വ്യൂ ആണ് കേട്ടോ. നമ്മളൊരു വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സൺസെറ്റിൻ്റെയും ആ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെന്നൈയും അതുപോലെ തന്നെ ഈ മറീന ബീച്ചും ഒക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സൺ ടി വിയിലൊരു 5 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ താവളമായിരുന്നു ഈ മറീന ബീച്ച്. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ബീച്ച് കൂടെയാണ് കേട്ടോ ഇവിടെ. ഇതൊരു വലിയ ബീച്ചാണ്. വലിയ ബീച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ വലിയ വലിപ്പമുള്ളൊരു ബീച്ചാണ്. ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ബീച്ചാണ് മറീന. കാരണം അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഗെയ്സ്, അതുപോലെ തന്നെ ഈ ബീച്ചിൽ മത്സ്യബന്ധനമുണ്ട്. ഇഷ്ടം പോലെ മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ, രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള ഫിഷിനെ കിട്ടും. ഇവിടെ ഇവർ വലയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കുക. അതുപോലെ ബോട്ടിന് കൊണ്ടിരുന്നുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാർക്കറ്റിൽ എത്തുന്നതിന് മുന്നേ ഇവർ പിടിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് നല്ല നല്ല ഫിഷുകൾ അത്യാവശ്യം വലിയ റേറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടുന്ന് വില പേശി മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ടീ ഷോപ്പുകൾ, സ്നാക്ക് ഷോപ്പുകൾ, അതുപോലെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഫിഷ് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഈ ബീച്ചിൽ ഇഷ്ടംപോലെ ഉണ്ട്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ 12 മണി വരെ, അത് കഴിഞ്ഞിട്ടുമൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും ഈ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും അതുപോലെ തന്നെ വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യാനും ഈവനിങ്ങുകൾ വൈബാക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുതിര സർവീസുകളുണ്ടാവും. നമുക്ക് കുതിരപ്പുറത്ത് കയറി ബീച്ചിലൂടെ പോകണമെങ്കിൽ പോകാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഗൈസ്, അതുപോലെ ഈ കാണുന്നത് കടല് വേലിയേറ്റ സമയത്ത് ഇവിടെ വരെ കടലുണ്ടാവും. ഇപ്പം വെള്ളം ഇറങ്ങിയപ്പം കുറച്ച് വെള്ളം ഇവിടെയുണ്ട്. ബാക്കി കടൽ നേരെ ഇത്രയും പുറകിലോട്ട് പോയി. ചില സമയങ്ങളിൽ, വേലിയേറ്റ സമയങ്ങളിലൊക്കെ ഈ കടൽ ഇവിടുന്ന് ഇവിടെ വരെ ഈ കടൽ വരും. അല്ലാത്ത സമയത്ത് ഈ കടൽ നേരെ ഇത്രയും ബാക്കിലോട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനോട് മുട്ടി ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഇവർ നേരെ കുറേ ബാക്കിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ചില സമയത്ത് കടൽ ഉള്ളിലോട്ട് വലിയുന്നത് പോലെ തന്നെ നേരെ കരയിലോട്ട് ഒരുപാട് അധികം കയറി വരാറുണ്ട് ഇവിടെ. അതുപോലെ ഗൈസ്, നമുക്കിവിടെ ഒരു 2-3 ചെന്നൈ ഫ്രണ്ട്സിനെ കിട്ടിയിരിക്കുകയാണ്. ഇവർ നമ്മൾ ഈ മലക്കം മറിയുന്ന പരിപാടിയില്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ആക്ഷൻ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ നല്ല 1.5 മലക്കമറിയിൽ മറിയും കേട്ടോ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവരോട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യാമോ എന്നുള്ള കാര്യം.
ഗൈസ്, നമ്മളങ്ങ് ദൂരെ കാണുന്ന ഒരു ഗോപുരം പോലെ കാണുന്നതാണ് ചെന്നൈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആണ് കേട്ടോ ഈ ലൈറ്റ് ഹൗസ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരെത്തും ബീച്ചിൽ. വൈകുന്നേരം മാത്രമല്ല, ഇവിടെ രാവിലെ ഉണ്ട്. അതുപോലെ ഞാനിവിടെ നട്ടുച്ചയ്ക്ക് കണ്ടിട്ടുണ്ട്. ഒരു വെയിലിൽ വരെ ആൾക്കാർ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മറീന ബീച്ച്. ഗൈസ്, അപ്പം ഞാനൊന്ന് കുതിരസവാരി നടത്താൻ പോവാണ് മറീന ബീച്ചിൽ കൂടെ. ആദ്യമായിട്ടാണ് കയറുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനുണ്ട്. എങ്കിലും നമ്മുടെ ഗൈഡ് കൂടെ ഉണ്ട്, അത് കാരണം വലിയ ടെൻഷനില്ല. അപ്പോൾ നമ്മളിതാ കുതിരപ്പുറത്ത് കടലിലൂടെ പോവുകയാണ്. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം 200 രൂപ കൊടുക്കണം കേട്ടോ. 200 രൂപ കൊടുത്താൽ കുട്ടികൾക്കാണ് 100 രൂപ, വലിയവർക്ക് 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇവർ ഈ ബീച്ചിൽ കൂടെ കുതിരപ്പുറത്ത് കൊണ്ടു നടക്കും. വലിയ സംഭവം ഒന്നും പറയില്ലെങ്കിൽ നമുക്ക് കുതിരപ്പുറത്ത് കയറാനായിട്ട് ആഗ്രഹമുള്ളവർക്ക്, സിനിമയിലൊക്കെ നമ്മൾ കാണുമല്ലോ വലിയ സൂപ്പർ ഹീറോകളും അതുപോലെ രാജാക്കന്മാരും ഒക്കെ കുതിരപ്പുറത്ത് കയറി പോകുന്നത്. അപ്പോൾ അതുപോലെ നമുക്കൊരു ആഗ്രഹം, ജസ്റ്റ് ഒരു ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി ഒന്ന് കയറാം, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം. അതുപോലെ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന ഒക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണ്. ഇഷ്ടം പോലെ ബോട്ടുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതെല്ലാം മത്സ്യബന്ധനത്തിന് പോകും, എന്നിട്ട് രാവിലെ വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വില വീശി നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഗൈസ്, ഈവനിങ് ആയി കഴിഞ്ഞിട്ടുണ്ട്, അസാധ്യ വൈബാണ്, അസാധ്യ വ്യൂ ആണ് കേട്ടോ ഈ ബീച്ചിൽ. നിങ്ങളിപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. നേരെ ദൂരെയായിട്ട് നല്ല അടിപൊളി 3 ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ വല്ലാത്തൊരു വൈബാണ് ഇവിടെ. അതുപോലെ തന്നെ കേസ്, നിങ്ങൾക്ക് ഇവിടെ വന്ന ശേഷം ഈ ബീച്ചിൽ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ചില വേലിയേറ്റ സമയത്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലാത്ത നോർമൽ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറൊക്കെ ഉണ്ട്. വലിയ ഡേഞ്ചർ അല്ലാത്തൊരു പിന്നെ കടലോരം കൂടെയാണ് ഈ മറീന ബീച്ച് എന്ന് പറയുന്നത്. യാത്ര കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല കേസ്. നോക്ക് നിങ്ങൾ, ഇവിടുത്തെ ആ ഒരു സീനറി കണ്ടോ, കൊതിയാവും, അസാധ്യ വൈബാണ് കേട്ടോ. അതുപോലെ തന്നെ കേസ്, ഈ മറീന ബീച്ചിലാണ് നമ്മുടെ സിനിമാ താരവും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന MGRൻ്റെയും അതുപോലെ ജയലളിതയുടെയും ഒക്കെ സ്മൃതിമണ്ഡപമുള്ളത് ഈ ഒരു മറീന ബീച്ചിൽ തന്നെയാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, ഓൾറെഡി ഞാനത് നേരത്തെ കണ്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് കാണാൻ വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇന്നത്തെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറീന ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇൻബോക്സിൽ മെൻഷൻ ചെയ്യുക.
അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം പുതിയൊരു സ്ഥലത്തെ വേറൊരു കാഴ്ചയായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.